കള്ള് അല്ലെങ്കിൽ മദ്യം, ലഹരി വലിയ അപകടമാണ്. ഇവിടെ ഭരണകൂടം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭരണകൂടം ഇവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെയും പണ്ട് കാലങ്ങളിലുള്ള നിയമങ്ങളാണ്. രാസവസ്തുക്കൾ കണ്ടെത്തുന്നതിന് മുമ്പുള്ള നിയമങ്ങളാണ്. അത് കൊണ്ടുപോയാൽ പിടിക്കപ്പെടണമെന്നുള്ളത് നിയമങ്ങൾ ഓരോന്നും വിശദീകരിക്കാൻ ഇത്ര കണക്ക്. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരാകട്ടെ ചെയ്യുന്നത് 250 ഗ്രാം എന്നാണ് പറഞ്ഞെങ്കിൽ 240 ഗ്രാമുമായി. അപ്പോഴാണല്ലോ ജാമ്യമില്ലാത്ത അറസ്റ്റ്. ജാമ്യമില്ലാത്ത അറസ്റ്റിന് അവർ വെച്ച നിയമങ്ങളൊക്കെയും ഇവിടെ ലഹരികൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ്. കാലത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റിനോട് പറയാനുള്ളത്, ആദ്യമായി ഗവൺമെന്റ് ചെയ്യാനുള്ളത്, നിയമരംഗത്ത് ശക്തമായ ഭേദഗതി ആവശ്യമാണെന്ന് പറയുന്നു. വേദനയോടെ ഞാനൊരു കാര്യം ഉണർത്തട്ടെ. ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന മിംഹാർ എന്ന സ്ഥാപനത്തിൽ 20,000-ലേറെ മദ്യപാനികളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നല്ല ഇവിടെ വന്ന ട്രീറ്റ്മെന്റിൽ ഇവിടുന്ന് വിട്ടതിന്റെ ശേഷം ഫോളോ അപ്പ് ചെയ്ത മുഴുവൻ ആളുകളിലും അത് പൂർണ്ണമായ പ്രതിഫലം കണ്ടു. ഇവിടെ കൊണ്ടുവരുന്ന ലഹരി ഉപഭോക്താക്കളിൽ പലതും റോഡ് സൈഡുകൾ വീണ് കിടന്നുകൊണ്ട് നാടറിയാത്ത, വീടറിയാത്ത, കുടുംബങ്ങളറിയാത്ത സാമൂഹ്യ സംഘടനകളും മറ്റുമൊക്കെയാണ് കൊണ്ടുവരാറുള്ളത്. അടുത്ത ദിവസം ഒരു ജനപ്രതി MLA വിളിക്കുകയായി, എന്റെ നാട്ടിൽ 17-കാരൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട്, ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തു ചെയ്യാനാണ്? ഇവിടുത്തെ ഭരണകൂടത്തിന്റെ നിയമമനുസരിച്ച് 18 വയസ്സ് വരെ മൈനറാണ്. 18 വയസ്സിന്റെ മുമ്പ് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ രക്ഷിതാവ് കൂടെ ഉണ്ടാവണം. MLA പറഞ്ഞാലും MP പറഞ്ഞാലും മന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ MLA പറഞ്ഞു, ഞാൻ പല അഡിക്ഷൻ സെന്ററുകളും ബന്ധപ്പെട്ടു. അവരെല്ലാവരും പറയുന്നത് അതാണ്. ആ നിയമം ഭേദഗതി ചെയ്യാൻ ഞാൻ പരമാവധി അടുത്ത നിയമസഭയിൽ ശ്രമിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് ഒന്നാമതായി ഞങ്ങൾക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത്. ഭരണകൂടം ഈ കാണിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം ശക്തമായി ചെയ്യേണ്ട പിന്തുണ, ഇവിടെ കർശനമായ നിയമ നിർമ്മാണങ്ങൾ കൊണ്ടുവന്ന് രാസലഹരി നിങ്ങൾ നിഷേധിച്ച് നിർത്തിയില്ല എങ്കിൽ ഇവിടെ ബീവറേജിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ അത് 100% ടാക്സ് ഉണ്ട്, ലാഭമുണ്ട്. എത്ര ലാഭം കിട്ടിയാലും അതിന്റെ 1000 ഇരട്ടി ഇവിടെ ചെലവഴിക്കേണ്ടി ഈ നാടിന്റെ ഭാവി പ്രധാനങ്ങളായിരുന്ന 70 പേരല്ലേ ഈ 60 ദിവസം കൊണ്ട് 59 ദിവസം കൊണ്ട് വധിക്കപ്പെട്ടത്. ഒരു മനുഷ്യന്റെ ജീവനാണോ വലുത്? എല്ലാം ഇവിടുന്ന് കിട്ടുന്ന ടാക്സ് ആണോ വലുത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ജീവന് വില നിർണ്ണയിക്കാൻ 1000 കോടി കൊണ്ട് വില നിർണ്ണയിക്കാൻ പറ്റുമോ? ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ